അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്രധാന അത്ഭുതകരത്തെ തണലിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. കർത്താവ്, ഈ പ്രഭാതത്തിൽ നിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കളോട്, നിന്റെ അവകാശം ഓഹരിമാകുന്ന മക്കളോട് കർത്താവെ, നിന്റെ തിരുരത്വത്തെ ഓർത്തും തിരുവിലാനും മുറിവിനെ ഓർത്തും മുഴുക്കിടത്തെ ഓർത്തും കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസ്ഥാനത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താരെ നടത്തെങ്കിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ ഈ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ ജീവിത ക്ലേശങ്ങളിരിക്കുന്നവരെ നീ പ്രാർത്ഥന കൊണ്ട് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കണ്ണ് സന്ധ്യയിൽ കരച്ചിൽ വരുന്ന സന്തോഷം എന്ന് പറഞ്ഞ കർത്താവ്, ആ പ്രഭാതത്തിൻ്റെ സന്തോഷം ഈ പ്രഭാതത്തിൽ കർത്താവ് അവരുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടും മനസ്സിലാകാത്തവർ, പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് തലയിൽ ഒന്നും തങ്ങി നിൽക്കാത്തവർ, കർത്താവ് പരീക്ഷ പ്രതിഫലിക്കാൻ കഴിയാത്തവർ, കഴിഞ്ഞ പരീക്ഷകളിൽ തോറ്റുപോയെന്നവർക്ക് തോന്നുന്നവർ, മാർക്ക് കുറവായി പോകുന്നത് ആശങ്കയോടെ പിന്നീട് പഠിച്ചിട്ട് ഒന്നും മനസ്സിലാകാതെ മനസ്സ് തകർന്നു പോയവരുണ്ട്. കർത്താവ്, പഠിക്കാനുള്ള ഇച്ഛാശക്തി കുറഞ്ഞു പോയവരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കർത്താവ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പടിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ അവിടെ കഴിവിനെ കളുപ്പെടുത്തി അങ്ങയുടെ കൃപയിൽ കർത്താവ് ആ മക്കളെ അങ്ങ് ശ്രദ്ധിക്കണം. അമ്മയെ പരിശുദ്ധമേ കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് അവർക്കില്ല, അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ച അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും അങ്ങയുടെ തിരുസന്നിധിയിൽ യേശുക്രിസ്തു ഉന്നതമായ നാമം സമർപ്പിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. തിരുവിലാരും മുറിവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അവൻ്റെ മുഴുകിടത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ ഉയർത്തുന്നേപ്പിൻ്റെ ഉന്നതമായ വിജയത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, പറമ്പ്, സ്ഥലം, അതിൻ്റെ കേസ്, കടം, ജപ്തി, അതിൽ നിന്ന് തലകൂരാൻ വേണ്ടിയുള്ള പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ നീ സന്ധിക്കണം. അവർക്ക് സഹായിക്കാൻ ആരുമില്ലാത്തവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് രാത്രിയും പകലും ഓടുന്നവരുണ്ട്. അപ്പോൾ രാത്രി വരുമ്പോൾ മാതാപിതാക്കന്മാരെ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി പരാജയപ്പെട്ടും തകർന്നും ഒന്നും നടക്കാതെ തിരിച്ചു വരുമ്പോൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും വീട്ടുകാരോട് കലഹിക്കുന്നവരുണ്ട്. കർത്താവ്, വീട്ടിൽ കയറാത്തവരിക്കുന്നവരുണ്ട്. ഈശോയെ, മിണ്ടാതെ നടക്കുന്നവരുണ്ട്. ഈശോയെ, പലതരത്തിൽ വൈകാരികമായിട്ട് നെഗറ്റീവായിട്ട് വിഷയങ്ങളെ സമീപിച്ചിട്ട് കർത്താവ്, ദൈവത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്നോർത്ത് ചിന്തിക്കുന്ന, എനിക്ക് ആയുമില്ലെന്നോർത്ത് വിഷമിക്കുന്ന, വേദനിക്കുന്ന വ്യക്തിഗതകളിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ നിങ്ങൾക്കിത് അവനിത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി സിനഗോഗ് പണി തന്നിട്ടുണ്ടെന്ന് യൂക്കാട് 7-ാം അധ്യായത്തിൽ പറയുന്ന ശതാധിപൻ്റെ പ്രാർത്ഥന. കർത്താവ്, റോമൻ പൗരൻ്റെ പ്രാർത്ഥന. കർത്താവ്, അതിനോട് കർത്താവ് അപ്പോസ്തലന്മാരെ അവർക്ക് വേണ്ടി യഹൂദ പ്രമാണികൾ ആ മനുഷ്യന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പോലെ ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്ന കർത്താവ് പ്രാർത്ഥന കൊണ്ട് കർത്താവ് സാധാരണ അവരുടെ സ്വതസിദ്ധമായ സ്വാഭാവികമായ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ പകല് മുഴുവനും അവർ കടന്നു പോകുന്ന ഓഫീസുകൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, തൊഴിലിടങ്ങൾ, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. കർത്താവ്, അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ തന്നെ അവസാനം നിങ്ങളിങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞു പോകുന്ന പേര് ഞങ്ങളെന്ത് ജനിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ വേർപിരിയലിൽ നിന്ന് വേദനിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വളർന്നു വരാൻ പറ്റാത്ത അന്തഛിദ്രം ബാധിച്ച കുടുംബങ്ങളുടെ മേൽ കർത്താവ് നിന്റെ അഭിഷേകം അയക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടാണ്. തീർച്ചയായും കർത്താവ് അങ്ങയുടെ കൃപയാൽ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ഓരോ യാത്രകൾ കർത്താവെ, അങ്ങയുടെ മക്കളുടെ ഓരോ യാത്രയിലും അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമേ. കർത്താവെ, നിൻ്റെ നാമത്തിലുള്ള പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ. കർത്താവിൽ വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ പലയിടത്തും തടസ്സം, അതുപോലെ തന്നെ കോളേജുകളിലും മറ്റു ജോലികളിലും കർത്താവെ പലതരത്തിലുള്ള
തടസ്സങ്ങൾ നേരിടുന്നവർ, എംബസി തടസ്സങ്ങളുള്ളവർ, അതുപോലെ തന്നെ ഓരോരോ സ്പോൺസേഴ്സിൻ്റെ തടസ്സങ്ങളുള്ളവർ, പണം വാങ്ങിച്ചിട്ട് പിന്നീട് പറ്റിച്ചുകയും പിന്നീട് അവരെ വിളിച്ചിട്ട് പോലും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാതിരിക്കുകയും സമയങ്ങൾ വെറുതെ നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും പരീക്ഷ കൂടുകയും ചെയ്യും സങ്കടപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള എല്ലാവരെയും ഇന്നൊരു ദിവസം കർത്താവേ അങ്ങയുടെ തിരുസ്ഥ ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാടുത്ത് മാർച്ച് 16-ാം തീയതിയായി ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, നിങ്ങളുടെ കഴിവ് നടക്കാത്ത കാര്യം കർത്താവിൻ്റെ കൃപ കൊണ്ട് നടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ ദൈവമാത നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കും. ആമേൻ. നോൻപ് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം വിശപ്പറിയുക എന്നല്ലേ. നമ്മൾ ഉച്ചക്ക് ഉപവസിക്കുന്നവരുണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ലേടാ. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖ വെള്ളിയാഴ്ച വരെ മനുഷ്യൻ മൂക്കറ്റം തിന്നിട്ട് അവസാനം യൂതന്മാരുടെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി കശുവണ്ടി ചുട്ട് തിന്ന് 2 ഏമ്പൊക്കാൻ വേണ്ടി വള്ളിൽ പോയ കാലമുണ്ട്. വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയും. നമ്മൾ പണ്ടത്തെ കേമത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അഭ്യാസങ്ങൾ നടന്നിരുന്നുണ്ട്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് ഉള്ളവനും ഉണ്ട്, ഇല്ലാത്തവനും ഇല്ലെന്നേ ഉള്ളൂ. നോൻപ് ഇന്ന് വിശുദ്ധിയിലും ഒത്തിരിയേറെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ഭക്തിയിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. പക്ഷെ അവരാരിങ്ങനെ കൊട്ടിക്കോഷിക്കണില്ലെന്ന് മാത്രമേ ഇന്നത്തെ പ്രശ്നമുള്ളൂ. നോൻപ് കാലം എന്ന് പറയുമ്പോൾ വിശപ്പ് അറിയുകയെന്നാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അത് വെച്ചാൽ നമ്മുടെ വിശപ്പ് നമ്മളറിയുക. അതെന്തിനാണ് നമ്മുടെ വിശപ്പ് നമ്മളറിയണത്? എന്തിനാണ്? മറ്റ് വിശക്കുന്ന ആൾക്കാരെ കൂടെ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് ഈ നോൻപ് കാലം ഉള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഇന്ന് ഉപവസിച്ച് ആ ഊണിൻ്റെ കാശ് കൊണ്ട് ഈസ്റ്റർ കഴിയുമ്പോൾ 2 ഊണ് കഴിക്കണമല്ല. ഇന്ന് കൊണ്ട് കഴിച്ചിട്ട് അത് കഴിക്കാതെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പണം മറ്റുള്ളവർക്ക് വിശക്കണവർക്ക് കൊടുക്കുമത് നമ്മൾ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസറാണ്. വയറ് മൊത്തം ആമാശയം എടുത്ത് കളയാൻ പറഞ്ഞിരിക്കുകയാണ്. 20 ലക്ഷം ആൾക്കാർക്ക് വരുന്നതിൽ 20 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്തതിന് ശേഷം ആ വയറും വെച്ചുകൊണ്ട് തന്നെ വെളുപ്പിനെ ഇരുന്നുകൊണ്ട് 10 പേർക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കൊടുക്കും. മനുഷ്യന്മാർക്ക് മാറിയ മാറ്റം കണ്ടില്ലേ? പാട്ടവെട്ടുകണേ. രോഗത്തോടും മരണത്തോടും സുവിശേഷം കൊണ്ട് പടവെട്ടുന്ന സുവിശേഷത്തിൻ്റെ വലിയ പോരാളികളുടെ ഒരു കാലഘട്ടമാണിത്. നിങ്ങളെ സാക്ഷിയൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. കാര്യം ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശപ്പ് നമ്മളറിയുക മാത്രമല്ല, മറ്റുള്ളവരുടെ വിശപ്പ് അറിയുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നമ്മളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം. ആർക്ക് മനസ്സിലാകാനാണ്? നോൻപ് കാലം ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ്. വിശപ്പ്, അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്. ഇതെന്തിനാണ്? ഇത് ഓർക്കാൻ വേണ്ടിയാണ്. എന്താണ് ഓർക്കാൻ വേണ്ടിയത്? മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം. കാര്യം പണ്ട് മരുഭൂമിയെ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു. അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു. അതുവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അറിയുക, അവർ പാലിക്കുകയോ ഇല്ലയെന്ന് അവരെ കൊണ്ട് തന്നെ അവരൊരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയാണ്. വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയുമില്ല, പരീക്ഷയുമില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? സഭ എന്ത് ചെയ്ത് ഒരു കൃത്രിമമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികൾ ഉണ്ടാകും. ചിലപ്പോൾ ജപ്തി നടപടി, ഇപ്പോൾ മാർച്ച് മാസമല്ലേ, ജപ്തിയുടെ ഹയർ കളിയാണ്. വെച്ച് കഴിഞ്ഞാൽ ജപ്തിയുടെ പല ആൾക്കാരും ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിക്കുന്ന പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ. ബാങ്ക് പറയുമ്പോൾ അത് ഇപ്പോൾ മാർച്ച് മാസമാണ്, ഇയർ എൻഡിങ് ആണ്, ഇപ്പം സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ ജപ്തി നടപടി വരുന്നത് ഇപ്പോഴാണ്. ഇയർ എൻഡിങ് കഴിയുമ്പോൾ നമ്മുടെ ജപ്തിയും കൊണ്ട് അവർ പോവുകയും ചെയ്യും.
അപ്പോൾ ഒരേ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ നമ്മളെ ഒരേ സമയം തന്നെ കഴുത്തിന് ചവിട്ടുകയും അതേസമയം രക്ഷിക്കാനുള്ള വാതിൽ അവർ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മരുഭൂമിയല്ല പിന്നെ എന്താ നമ്മൾ അനുഭവിക്കണത്? ജോസഫ് അച്ഛൻ ഇത് നിങ്ങളോട് പറയുമ്പോഴല്ലോ, ഞാൻ 21 ലക്ഷം ആൾക്കാരെ ഈ 77 ഇന്ന് വരെ കണ്ടിട്ട് ഇതുപോലെ അനേകം ആത്മഹത്യാ മുൻപ് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുവിശേഷം സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവം അവരോട് എങ്ങനെ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട്. കയ്യിലെ ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അതാണ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടിടക്കരുത്, മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കാണത്. അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് മാറ്റമില്ല. കാര്യം എന്താ, ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, വേദന അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, രോഗമറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, കടങ്ങൾ അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ കർത്താവിൻ്റെ ചൈതന്യം ഇരട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും.